മോചിപ്പിച്ച 3 ഇസ്രയേലി സ്ത്രീകളെ റെഡ് ക്രോസ് ഇസ്രയേലിന് കൈമാറി. ബന്ദികളായ സ്ത്രീകളുടെ അമ്മമാരോട് മീറ്റിംഗ് പോയിന്റിലെത്താൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഗസ്റ്റ്, ഈ 3 സ്ത്രീകളെ ബന്ദികളെ മോചിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇപ്പോൾ അവരെ തിരികെ അവരുടെ കുടുംബത്തിന്, അമ്മമാർക്ക് കൈമാറിയിരിക്കുകയാണ്. വിവരം നൽകാം. സ്വാതി, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 ബന്ദികളെ, 3 സ്ത്രീകളെ ആദ്യഘട്ടത്തിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് കരാറിന്റെ ആദ്യഘട്ടത്തിലുള്ള ആദ്യ ദിനമായി ഇന്ന് മോചിപ്പിക്കും എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത് ഇവരെ റെഡ് ക്രോസ് അല്പം മുമ്പ് ഏറ്റുവാങ്ങി. ഇവരിൽ നിന്ന് റെഡ് ക്രോസ് ഏറ്റുവാങ്ങി റെഡ് ക്രോസിൽ നിന്ന് IDF-ന് കൈമാറി. അതായത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ്, ഇസ്രായേലി സൈന്യത്തിന് കൈമാറുന്നതോടുകൂടിയാണ് ആദ്യ ദിനം, ഈ കരാറിന്റെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ഘട്ടത്തിന്റെ ആദ്യ ദിനം ഈ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് പൂർണ്ണമായി പറയാൻ കഴിയുന്ന മൊമെന്റാണ്. ആ നിമിഷമാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. അതായത് റോമി ഗോനൻ, എമിലി ഡമാരി, ഡോറോൺ സ്റ്റെയിൻ ബ്രഷർ എന്നീ 3 സ്ത്രീകളെ ഇപ്പോൾ IDF-ന് കൈമാറി. നേരത്തെ റെഡ് ക്രോസ് ഇന്റർനാഷണൽ സൊസൈറ്റിയാണ് ആദ്യം ഹമാസ് ഇവര് ഈജിപ്തിന് കൈമാറുകയും ഈജിപ്തിൽ നിന്ന് റെഡ് ക്രോസ് സൊസൈറ്റി ഇവരെ ഏറ്റുവാങ്ങി IDF-ന് കൈമാറുക. ഇങ്ങനെയായിരുന്നു പദ്ധതി. ഇതിൽ ഘട്ടം ഘട്ടമായി നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. IDF റെഡ് ക്രോസ് സൊസൈറ്റി ആദ്യം തന്നെ ഇവരെ ഏറ്റുവാങ്ങാനായി പോവുകയും തുടർന്ന് ഇവരെ ഏറ്റുവാങ്ങി എന്നതും പിന്നീട് ഇവരെ ഇപ്പോൾ കൈമാറി, അതായത് IDF-ന് കൈമാറി എന്നതുമായ ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലി മാധ്യമങ്ങളടക്കം ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ IDF-ന് ഇവരെ കൈമാറിയ ശേഷം ഇതിന് പകരമായി ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പലസ്തീനിയൻ തടവുകാരെ മോചിപ്പിക്കും. ഇവരുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള അവരെ സ്വീകരിക്കാനായിട്ടുള്ള സംഘവും ഒപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലെ ഒഫേർ ജയിലിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഇതിൽ ഈ കരാർ പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള കരാർ നേരത്തെ തന്നെ US, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ രൂപപ്പെട്ട കരാർ ഏതാണ്ട് പൂർണ്ണമായും നിലവിൽ വന്നിരിക്കുന്നുവെന്ന് തന്നെ അതിന്റെ ആദ്യഘട്ടത്തിൽ നിലവിൽ വന്നിരിക്കുന്നുവെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ 3 പേർ വാഹനത്തിൽ ഉള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ സ്വീകരിക്കാൻ എല്ലാ സംവിധാനങ്ങളും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായ ചികിത്സ, ഇവർക്ക് ആവശ്യമായ തെറാപ്പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും അവിടെ നൽകും. ഇതിനു ശേഷമായിരിക്കും അതേസമയം ഇവര് വെസ്റ്റ് ബാങ്കിലുള്ള ഒഫേർ ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന പലസ്തീനിയൻ തടവുകാർ അവരെ വിവിധ അതായത് വെസ്റ്റ് ബാങ്കിലെ 72 ആളുകൾ വെസ്റ്റ് ബാങ്കിലേക്ക് തന്നെ മടങ്ങും. അവരെയും അവരുടെ ബന്ധുക്കളൊക്കെ തന്നെയും ഏറ്റുവാങ്ങാനായി സ്വീകരിക്കാനായി തയ്യാറായിട്ടുണ്ട്. ഇവരെ ബന്ദികളെ ഏറ്റുവാങ്ങാനായി, ഇസ്രായേലി ബന്ദികളെ ഏറ്റുവാങ്ങാനായി അവരുടെ അമ്മമാരോട് എത്തുന്ന സ്ഥലത്ത് എവിടെയാണോ അവരെ കാത്തിരിക്കേണ്ടത്, ഇതിന്റെ ലൊക്കേഷനുകളെ സംബന്ധിച്ചിട്ടുള്ള ധാരണ വരുന്നതേ ഉള്ളൂ. അത് നമുക്ക് പിന്നാലെ നമുക്ക് അക്കാര്യത്തിലൊരു അപ്ഡേറ്റ് ഉണ്ടാവും. ഏതായാലും ഇവരിപ്പോൾ നിലവിൽ IDF-ന്റെ കയ്യിലെത്തി എന്നതോടുകൂടി ആദ്യഘട്ടത്തിന്റെ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമാധാന കരാറിന്റെ ആദ്യഘട്ടത്തിന്റെ ആദ്യ ദിനം അത് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നു എന്നതാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ 3 ബന്ദികളെ, സ്ത്രീകളെ കൈമാറിയിരിക്കുകയാണ്. അവരെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. ഹമാസ് ബന്ദികളാക്കിയ സ്ത്രീകളെയാണ് കൈമാറിയിരിക്കുന്നത്. റെഡ് ക്രോസ് ആണ് ഇവരെ ഏറ്റുവാങ്ങി അവരുടെ അമ്മമാരുടെ അരികിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അഗസ്റ്റ് സെബാസ്റ്റ്യൻ, ഇനിയും ബന്ദികളെ മോചിപ്പിക്കാനുണ്ട്. അവരെ എപ്പോഴായിരിക്കും മോചിപ്പിക്കുക? ഇനിയുള്ള തുടർ നടപടികളൊക്കെ ഏത് രീതിയിലായിരിക്കും? സ്വാതി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3 ഘട്ടങ്ങളിലായാണ് ഈ വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. അതിൽ ആദ്യ ഘട്ടമാണ് ഇന്ന് ആരംഭിക്കുന്നത്. അത് 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. 6 ആഴ്ചത്തെ ഈ ഘട്ടത്തിൽ 33 ഇസ്രായേലി ബന്ദികളെ, അതായത് 2023 ഒക്ടോബർ 7 ഇസ്രായേലിൽ ആക്രമണം നടത്തി ഹമാസ് പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള 250-ഓളം വരുന്ന ബന്ദികളിൽ ഇപ്പോൾ ബാക്കിയുള്ള 93 ആളുകളിൽ അവരിൽ 33 ആളുകളെയാണ് 6 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ആദ്യ ഘട്ടത്തിൽ മോചിപ്പിക്കാമെന്നുള്ള കരാറിലെത്തിയിട്ടുള്ളത്.
ഇതിന് പകരമായി 1000-ലധികം ഫലസ്തീനി തടവുകാരെയാണ് ഇസ്രായേൽ അതിന്റെ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കുക. അപ്പം അതിൽ ആ ദിവസത്തിന്റെ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഈ പ്രക്രിയയുടെ ആദ്യ ദിനമായി ഇന്നാണ് ഇപ്പോൾ ഈ 3 ആളുകളെ 3 സ്ത്രീകളെയാണ് ഇപ്പോൾ മോചിപ്പിക്കുക. നേരത്തെ കരാർ അനുസരിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ, അതായത് 5 വയസ്സും 2 വയസ്സും പ്രായമുള്ള കുട്ടികളടക്കം, അതിൽ ഏറ്റവും പ്രായമേറിയവരും ഏറ്റവും പ്രായം കുറഞ്ഞവരും, രോഗികൾ, ഇങ്ങനെയുള്ളവർക്കാണ് ആദ്യത്തെ പരിഗണന നൽകിയിരുന്നത്. നേരത്തെ തന്നെ ഈ കരാറ് നിലവിൽ വരികയും ഈ കരാറ് അതേസമയം യാഥാർത്ഥ്യമാകുന്നില്ല എന്ന തരത്തിലുള്ള അനിശ്ചിതാവസ്ഥകളൊക്കെ തന്നെ ഏറെ കഴിഞ്ഞിരുന്നു. അതായത് കരാർ അനുസരിച്ച് 24 മണിക്കൂർ മുമ്പ് ആദ്യം മോചിപ്പിക്കുന്ന ആളുകളുടെ പട്ടിക ഹമാസ് ഇസ്രായേലിന് കൈമാറണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ഹമാസ് ഇങ്ങനൊരു ബന്ദികളുടെ പേരുകൾ ആരാണ് അവർ മോചിപ്പിക്കപ്പെടുക എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണ നൽകുന്നില്ല എന്നാരോപിച്ച് ഇസ്രായേൽ ഹമാസിനെ കുറ്റപ്പെടുത്തിയിരുന്നു. ഹമാസ് ഈ കരാറിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന സാഹചര്യം വരികയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്നും ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യം നാം കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആ കരാർ യാഥാർത്ഥ്യമാകുന്നതിന്റെ നിശ്ചയിക്കപ്പെട്ട സമയവും കഴിഞ്ഞ് 3 മണിക്കൂറോളം, ഏകദേശം 3 മണിക്കൂറോളം പിന്നിട്ട ശേഷമാണ് ഹമാസ് ഇത്തരത്തിലുള്ള ഒരു കരാർ, ഈ ബന്ദികളെ 3 പേരുടെ പേര് പ്രഖ്യാപിക്കുന്നതായി ഹമാസിന്റെ ഔദ്യോഗിക ടെലഗ്രാമിനടക്കം ഈ പേരുകൾ ഹമാസിന്റെ വക്താവ് അബു ഉബൈദ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഹമാസ് ഈ 3 ബന്ദികളുടെ, അതായത് കൈമാറാൻ പോകുന്ന 3 ബന്ദികളുടെ 3 സ്ത്രീകളുടെ പേരാണ് ആദ്യം വന്നത്. ഈ പേരുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം തുടർന്ന് ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചു. അതായത് ഇങ്ങനെ ഒരു പട്ടിക, 3 പേരുടെ പട്ടിക നമുക്ക് ലഭ്യമായി എന്നത് അവർ സ്ഥിരീകരിച്ചു. പിന്നീടാണ് ഇതിന്റെ സമയം നിശ്ചയിക്കപ്പെടുന്നത്. അപ്പൊ അതായത് നേരത്തെ നിശ്ചയിക്കപ്പെട്ട സമയത്തിൽ 3 മണിക്കൂറോളം വൈകിയിരുന്നു. അങ്ങനെ വൈകിയ ശേഷമാണ് ഈ 3 ബന്ദികളെ കാത്ത് ഇവർ വരുന്നു എന്നത് സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പിന്നീട് തുടർ വാർത്തകൾ വന്നത്, ആദ്യം ഇവരെ ഈജിപ്തിന് കൈമാറും, പിന്നീട് അവരിൽ നിന്ന് റെഡ് ക്രോസ് ഏറ്റുവാങ്ങും, റെഡ് ക്രോസിൽ നിന്ന് IDF-ന് കൈമാറും, അതായത് ഇസ്രായേലി സൈന്യത്തിന് കൈമാറും എന്നതായിരുന്നു നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ റെഡ് ക്രോസിന്റെ വാഹനങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയും അവരെ അവിടെ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ ഏറ്റവും പുതിയതായി IDF-ന് കൈമാറും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ടെലവീവിലടക്കം ഇവരെ, ഈ ബന്ദികളെ സ്വീകരിക്കാനായി വലിയ ജനക്കൂട്ടമാണ് കാത്തു നിൽക്കുന്നത്. അങ്ങേയറ്റം വൈകാരികമായ നിമിഷങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അതെ അഗസ്റ്റ് സെബാസ്റ്റ്യൻ, അങ്ങേയറ്റം വൈകാരികമായ നിമിഷത്തിലൂടെയാണ് ഹമാസ് മോചിപ്പിച്ച 3 ഇസ്രയേലി സ്ത്രീകളെ റെഡ് ക്രോസ് ഇസ്രയേലിന് കൈമാറിയിരിക്കുന്നു. ബന്ദികളായ സ്ത്രീകളുടെ അമ്മമാരോട് മീറ്റിംഗ് പോയിന്റിലെത്താൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു.